ഞാനും കൃഷ്ണയും കൂടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഞങ്ങൾ പോയിട്ടുള്ള കാര്യമല്ല പറഞ്ഞത്. അങ്ങനെ നമ്മൾ നടന്ന് ലാസ്റ്റ് വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്തി. അപ്പോൾ വേനൽ സമയത്ത് ഞങ്ങൾ ലാസ്റ്റ് നമ്മുടെ ദുഃഖവെള്ളിയുടെ സമയത്ത് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു വേനൽ സമയം കൊണ്ട് വെള്ളവും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു, എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു റയർ ഡിസീസിന്റെ ഉടമയാണ് വിയർത്ത ചൊറിച്ചിലാവുന്ന. സൗരവിധത്തിൽ ഇവിടെ വന്ന് നമ്മൾ തിരിച്ചു പോവാണ്. വെള്ളം കുറവാണ്, പക്ഷെ കൊള്ളാം. പക്ഷെ എന്റെ മുഖമൊക്കെ കണ്ടോ. നമ്മൾ ഈ കാണുന്ന വഴി കൂടെ ഒക്കെ വേണം കേട്ടോ വരാൻ വേണ്ടിയിട്ട്. കുറച്ച് ടാസ്ക് ആയിരുന്നു. പിന്നെ വെള്ളം കുറവായതുകൊണ്ട് അത്ര വലിയ പാടില്ല. വെള്ളമുള്ള സമയത്ത് എങ്ങനെ ഇവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. അയ്യോ, നമ്മളെ കോലം കണ്ടില്ലേ, ഇത് വടിയൊക്കെ ഉണ്ട് ഗൈസ്. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മടിയല്ല ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഞാനൊരു വടിയൊക്കെ പിടിച്ചാണ് നടന്നത്. തിരിച്ച് നടന്നപ്പോഴത്തേക്ക് മഴ കാരണം നമ്മൾ ഇവിടെ ഒരു കയറി നിന്ന് കുറച്ച് നേരത്തേക്ക്. നമ്മൾ താഴെ എത്തിയപ്പോൾ നല്ല രീതിയിൽ മഴ വന്നിട്ടുണ്ടായിരുന്നു, എന്നാലും ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ബോഡിയിലാണെങ്കിൽ നല്ലപോലെ ഇൻഫ്ലമേഷൻ ഇങ്ങനെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ബോഡി അങ്ങനെയാണ്, ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്കിന്നിൽ ഫുള്ള് ഇങ്ങനെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഞാനത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഈ തണുത്ത വെള്ളത്തിൽ പോയി കിടന്ന് കുളിക്കുകയൊക്കെ ചെയ്തു. നല്ലപോലെ എൻജോയ് ചെയ്ത് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഗേൾസ് ട്രിപ്പ് പോയിന്റ് എല്ലാവരും നമ്മൾ കാണിച്ചു. അങ്ങനെ കുളിച്ചോണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലൊക്കെ വന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് കയറാൻ വേണ്ടി ശ്രമിച്ചപ്പം എന്റെ ബോധം പോയി, തലയിറങ്ങി വീണെന്ന്. എൻ്റെ ബോധം പോയി പെട്ടെന്ന്. എന്താ പറ്റിയെന്ന് എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല. എനിക്ക് പെട്ടെന്ന് ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് എണീറ്റ് പോയതാണ്. അപ്പോഴത്തേക്കും ആണെങ്കിൽ എൻ്റെ ബോധം പോകുന്നവരെ തോന്നി. ഞാൻ പെട്ടെന്ന് ഒരു കല്ലിലിരുന്ന് അവിടെയുള്ള ആരോടോ പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട്. അവർ വന്നപ്പോഴത്തേക്കും എൻ്റെ ബോധം പോയി. പിന്നെ അവരൊക്കെ എന്നെ തട്ടിക്കുടഞ്ഞ് എണീപ്പിച്ചിട്ട് എങ്ങനെയൊക്കെയോ നമ്മൾ തിരിച്ചു വിടുന്നു. എന്നാലും എന്താ സംഭവിച്ചെന്നൊരു ഷോക്കിലാണ് ഞാൻ. എനിക്കിങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. ഞാനാണ് ആകെ ടെൻഷനായി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കടയിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് റൂമിലെത്തിയത്. അപ്പോഴും ആകെ ടെൻഷൻ, എന്താ പറ്റി, എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ. എൻ്റെ ഭാഗ്യത്തിന് ഞാനവിടെ നേരെ പോയി വീണത് കല്ലിലൊന്നും അല്ല ശരിക്കും. അപ്പോൾ എനിക്ക് കുറേ ആൾക്കാരോട് താങ്ക്സ് പറയാൻ തോന്നിയിട്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അറിയാത്ത ആൾക്കാരാണ് ആ സമയത്ത് വന്ന് ഹെൽപ്പ് ചെയ്തത്. അതേപോലെ അവിടുത്തെ ഗാർഡ്സ് ആണെങ്കിലും കുറേ ഹെൽപ്പ് ചെയ്തു. കാരണം ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി ഫെസിലിറ്റീസ് ഇല്ലാത്തപ്പോൾ അവരെന്നെ കുറേ ഹെൽപ്പൊക്കെ ചെയ്തു.